ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലെ കൊല്ലൂർ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക എന്നറിയപ്പെടുന്നത് ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത്. കുടജാദ്രി മലകളുടെ താഴ്വാരത്തിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ക്ഷാത്രേയ ഉപാസകരുടെയും ഒരു പുണ്യകേന്ദ്രം കൂടിയാണിത്. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദിക്കുന്നതാണ്. ഹൈന്ദവ ശാക്തേയ പ്രകാരം ജഗദീശ്വരായ സാക്ഷാൽ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായ മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. എന്നാൽ ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. എന്നാൽ എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളും സമന്വയിച്ചുള്ളതാണ്. ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗ്രഹണ സമയത്ത് നട അടയ്ക്കാത്ത ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ദേവിക്ക് പലവിധ വഴിപാടുകളുണ്ട്. രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പൂജ, സ്വയംവരപുരുഷ പൂജ, ഗുരുപൂജ, സഹസ്രനാമ പുഷ്പാഞ്ജലി, കട്ടിപ്പായസം, നെയ്പായസം, വെള്ളി നിവേദ്യം, നിറമാല, ദാരമാല, ഗണപതി ഹോമം, നെൽപ്പര, നാണയപ്പര, അരിപ്പര, മലർപ്പര, മഞ്ഞൾപ്പര, എൾപ്പര, ശർക്കരപ്പര, കുരുമുളക് പര, മാലപൂജ, വാൾ, ചിലമ്പ്, തൊട്ടിൽ സമർപ്പണം, വിദ്യാരംഭം, ചോറൂൺ, തട്ടുനിവേദ്യം, എണ്ണനെയ്, കർപ്പൂരം എന്നിവ പ്രധാനമാണ്. ഇവയിൽ ചിലത് ദേവിയുടെ അനുഗ്രഹം തേടിയും ദോഷപരിഹാരത്തിനായും ഐശ്വര്യത്തിനും വിജയത്തിനുമായി സമർപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി എന്നിവ ദോഷപരിഹാരത്തിനും, സ്വയംവരപുഷ്പാഞ്ജലി വിവാഹ തടസ്സങ്ങൾക്ക് നീക്കാനും, നെയ്പായസം, കട്ടിപ്പായസം എന്നിവ ഐശ്വര്യത്തിനും, വിദ്യാരംഭം, ചോറൂൺ എന്നിവ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വളർച്ച എന്നിവ ലക്ഷ്യമിട്ടും നടത്തുന്നു. മൂകാംബിക ക്ഷേത്രത്തിലെ ഔഷധ കഷായം രാത്രി ക്ഷേത്രം അടച്ച ശേഷമാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെ: ശങ്കരാചാര്യർ ദേവിയെ കാണാൻ പോകുന്ന വഴിയിൽ വന്നതിൽ വസൂരി എന്ന് തളർന്നു വീണു. അപ്പോൾ ദേവി ഒരു വൃദ്ധയുടെ രൂപത്തിൽ എത്തിയെന്നും മരണത്തോട് മല്ലിടയ്ക്കുന്ന ശങ്കരാചാര്യരുടെ വായിൽ ചില പച്ചില മരുന്നുകൾ ഒഴിച്ചു രോഗം സുഖപ്പെടുത്തിയെന്നുമാണ്. ഇന്നും ചില പച്ചില മരുന്നുകൾ അടങ്ങിയ കൂട്ടാണ് കഷായത്തിനായി ഉപയോഗിക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്ന ഈ കഷായം വാങ്ങാൻ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. മൂകാംബിക ദർശനത്തിന് പോകുന്നവർ പലപ്പോഴും അവിടുത്തെ കഷായം കുടിക്കാതെ മടങ്ങാറുള്ളൂ. മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവം, അശ്വിനി മാസത്തിലെ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ അതിപ്രധാനമാണ്. മറ്റൊന്ന് മൂകാംബിക ജന്മാഷ്ടമിയാണ്. കൂടാതെ യുഗാദി, മഹാശിവരാത്രി, ദീപാവലി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ്. കർണാടക സർക്കാരിന് കിഴക്കിലുള്ള ഹിന്ദുമത സംസ്കാരത്തിന് സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഭക്തർക്ക് ദർശനത്തിനായി പുലർച്ചെ ക്ഷേത്രം വാതിലുകൾ തുറക്കുന്നു. എല്ലാ ദിവസവും പൂജാരിമാരും പുരോഹിതന്മാരും ക്ഷേത്രത്തിൽ നിരവധി ആചാരപരമായ ദൈനംദിന പൂജകൾ നടത്തുന്നു. മൂകാംബിക ദർശന സമയം
കുറയുന്ന ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. മൂകാംബിക ദേവിയെ ഒരു നോക്ക് കാണാനോ പ്രാർത്ഥിക്കാനോ നടത്താനും അനുഗ്രഹങ്ങൾ നേടാനും വേണ്ടി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ്. കൊല്ലൂർ മൂകാംബികയുടെ ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് തുറന്ന ദർശനത്തിനായി മാത്രം 7:15 വരെ തുറന്നിരിക്കും. അതേസമയം രാവിലെ പൂജ രാവിലെ 6:30-ക്ക് ആരംഭിക്കും. രാവിലെ പൂജയ്ക്ക് ശേഷം രാവിലെ 7:15-ന് ദർശനം നിർത്തിവെക്കുമ്പോൾ ദന്തധവന മംഗളാരതിയും നടത്തുന്നു. ക്ഷേത്രത്തിലെ ഒരു ദൈനംദിന ആചാരമാണ് ദന്തധവന പ്രഭാത ആരതി. കൊല്ലൂർ മൂകാംബികയുടെ ക്ഷേത്രത്തിൽ വസിക്കുന്നതിനായി വിശ്വാസപ്പെടുന്ന എല്ലാ ദേവങ്ങളുടെയും അഭിഷേക ചടങ്ങായി പഞ്ചാമൃത അഭിഷേകം രാവിലെ 7:30-ക്ക് നടത്തുന്നു. അതേസമയം ദർശനം രാവിലെ 7:45-ന്, പുരാതരണം 11:30 വരെ തുടരും. അതിനിടയിൽ മംഗളാരതി എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ആചാരമാണ് ആരതി രാവിലെ 8 മണിക്ക് നടത്തുന്നു. രാവിലെ 7:15-ന് ദൈനംദിനം ആചാരമാക്കുന്നു. ഉദയബലി പൂജയ്ക്കായി ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നു. ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുന്നതോടും ദർശനം തുടരുന്നു. രാവിലെ 11:30-ക്ക് ഉച്ചയ്ക്ക് പൂജയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോൾ ദർശനത്തിനായി കവാടങ്ങൾ അടയ്ക്കും. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് ചടങ്ങുകളായി ക്ഷേത്രം ഗർഭപാത്രം ഒരുങ്ങി. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് പുരോഹിതന്മാരുടെയും സേവകരുടെയും ഉച്ചഘോഷങ്ങൾക്കും എല്ലാം ഒരുക്കങ്ങളും നടത്തും. ഈ സമയത്ത് ദർശനത്തിനായി ക്ഷേത്രം അടച്ചിരിക്കും. ഇവിടേക്കായിട്ട് കുറേ ആൾക്കാർ കുറേ ദൂരത്തുനിന്നൊക്കെ വരാറുണ്ട്. ഇവിടെയാണ് വിദ്യാരംഭം ചെയ്യാറ്. വിദ്യാരംഭം ചെയ്യാൻ നല്ല സ്ഥലം രാവിലെ തന്നെയാണ്. പിന്നെ എൻ്റെയും വിദ്യാരംഭം നടന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. കുറേ ദൈവങ്ങളുടെ ചെറിയ ചെറിയ കുടിലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചുറ്റിലും ദൈവങ്ങളുടെ ഇതാണ്. പിന്നെ ഇതാണ് ആ രഥം. ഞാൻ നേരത്തെ പറഞ്ഞ ആ രഥമാണിത്. ഇവിടുത്തെ ഓരോ കുടിലോട്ടും പോകാറുണ്ട്. ഇവിടേക്ക് വന്നാൽ ഇതിവിടുത്തെ നന്ദിയാണ്. അവിടെ നെയ്വിളക്കിൻ്റെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. കർണാടകയിലെ അംബ വനത്തിൽ പെടുന്ന കുടജാദ്രി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു നദിയാണ് സൗപർണിക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സമീപത്താണിത്. നദിയുടെ പ്രസിദ്ധിക്ക് കാരണം വാരാഹി, കേതക, ചക്ര, കുബ്ജ നദികൾ സൗപർണികയിൽ ലയിക്കുന്നു. ഭക്തജനങ്ങൾ ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് പോകാറുള്ളത്. ഇവിടെ കുളിച്ചാൽ അസുഖങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിലെ കൂടെയാണ് അന്നദാനത്തിനായിട്ട് പോകുന്നത്. ഇവിടെ എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്നതാണ്. അതും സൗജന്യമായി തന്നെയാണ്. 12:30 മുതൽ 2 മണി വരെയാണ് ഇവിടുത്തെ അന്നദാനം. എല്ലാവരും ഇരുന്നും നിന്നുമൊക്കെയാണ് ഇവിടെ അന്നദാനം ഭക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് പൂജാ സാധനങ്ങളും പൂവും എല്ലാം വാങ്ങിക്കാം. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ലോഡ്ജും അവൈലബിൾ ആണ്. നിൽക്കാനായിട്ട് കുറേ ഉണ്ട്. പിന്നെ കുടജാദ്രി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ്. ഇത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കൂടാതെ സാഹസികർക്ക് ട്രെക്കിങ്ങിനും പറ്റിയ ഒരിടം കൂടിയാണ്. കുടജാദ്രിയിൽ ശങ്കരാചാര്യർ തപസ്സു ചെയ്ത് സർവജ്ഞാനപീഠം സ്ഥിതി ചെയ്യുന്നു. കുടജാദ്രി പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്
കിഴക്കുഭാഗത്തായി കുടജാദ്രി സ്ഥിതി ചെയ്യുന്നു. കുടജാദ്രിയുടെ മുകളിൽ ശങ്കരാപീഠം ആദിശങ്കരൻ തപസ്സു ചെയ്ത സ്ഥലമാണ് വിശ്വസിക്കപ്പെടുന്നു. കുടജാദ്രിയുടെ യാത്രയ്ക്കും പ്രകൃതിയും ഭംഗിയും എല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷങ്ങളാണ്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.